നമസ്കാരം. മലയാളി മനസാക്ഷികളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ കേരളം കേട്ടത്. ഒരു നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. കൊന്നതിന് ശേഷം വേസ്റ്റ് കൂനയിലേക്ക് വലിച്ചെറിഞ്ഞ ആ കുഞ്ഞിന്റെ മൃതശരീരം എന്നാൽ വീണത് റോഡിലാണ്. അവിടെ റോഡിൽ ഒരുപാട് നേരം കടന്ന ആ ശരീരത്തിനോട് വളരെയധികം നീചമായ പ്രവൃത്തിയാണ് ആ കൊലപാതകികൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഒരു സംഭവം നേരിട്ട് കണ്ട ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. സുകുമാരൻ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. സുകുമാരൻ ചേട്ടൻ ശരിക്കും എന്താണ് ഇവിടെ കണ്ടത്? ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നപ്പോ ബാക്കിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ആള് പെട്ടെന്ന് നിർത്തി നോക്കുമ്പോഴാണ് ഒരു കിടക്കണതായി റോഡിൽ കണ്ടത്. അപ്പൊ പുള്ളി പോലീസിനെ വിവരം അറിയിച്ചപ്പോഴാണ് പിന്നെ കുറെ നേരം ഞങ്ങൾ ഒരു മണിക്കൂർ വരെ അവിടെ നിന്നു. ഇപ്പൊ ഇതിനകത്ത് പോലീസ് പറയുന്നുണ്ട് ഇതിനകത്ത് കൊച്ചിനെ കവറിൽ പൊതിഞ്ഞ് നിൽക്കുമായിരുന്നു എന്ന്. അതുപോലെ എന്തെങ്കിലും ആയിരുന്നോ നിങ്ങൾ കണ്ടപ്പോ? ഞങ്ങൾ കണ്ടപ്പോ ഒരു കവറിനകത്ത് നോക്കുമ്പോ കൊച്ചിന്റെ ശരീരം അതിൽ കിടക്കുന്നത്. അതായത് ഇപ്പൊ വലിച്ചെറിഞ്ഞതിൽ നിന്ന് ചിലപ്പോ ആ കവർ ചിലപ്പോ കീറിയതായിരിക്കാം. അങ്ങനെയല്ലെങ്കിൽ കൊച്ചിന്റെ ശരീരം പൂർണ്ണമായിട്ടും പുറത്തു വന്നായിരിക്കും അല്ലേ? അങ്ങനെ വന്നായിരിക്കുള്ളൂ. ഇപ്പൊ വലിച്ചെറിയുന്ന ചേട്ടൻ കൃത്യമായിട്ട് കണ്ടിരുന്നു? വലിച്ചെറിയുന്നത് കണ്ടില്ല, ഇവിടെ കിടക്കുന്നത് കണ്ടിരുന്നു. ഇപ്പൊ ചേട്ടനത് കണ്ടപ്പോ ഏകദേശം എത്ര നേരമായി കാണും? ചേട്ടന് അതായത് സംഭവം നടന്ന എത്ര നേരത്തിനുള്ളിലായിരിക്കും ചേട്ടൻ കണ്ടത്? 3-8-5 ഉള്ളിൽ കണ്ടതാണ്. ഏകദേശം ഒരു 8 മണി, അതായത് പുലർച്ചെ ആയ സമയം തന്നെയാണ്. അപ്പൊ ആ ഒരു പുലർച്ചെ സമയത്ത് ഈ വഴി അധികം ആരും നടക്കില്ല, അല്ലെങ്കിൽ അധികം ആരും ഉണ്ടാകില്ല എന്നൊരു സാഹചര്യമാണോ? അങ്ങനെ ആയിരിക്കാം, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അല്ല, സാധാരണ അങ്ങനെയാണോ ആ സമയങ്ങളിൽ? ഏത് സമയത്ത് ആൾക്കാർ വരുന്നതാണ്, നടക്കാൻ വരുന്നത് എല്ലാതാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ വലിച്ചെറിഞ്ഞു എന്ന് തോന്നണേ? അവിടെ നിന്ന് എറിഞ്ഞത് നേരെ വേസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. അങ്ങോട്ട് എറിഞ്ഞ് മരം തട്ടിയിട്ട് താഴത്ത് വന്നത്. ഏകദേശം എത്ര നേരം കൊണ്ടാണ് അവർ ഈ കേസ് പൂർത്തീകരിച്ചത്? കാരണം ഇപ്പോൾ രാവിലെ